നമസ്കാരം. പേർഷ്യൻ ഗൾഫിലെ യുദ്ധത്തിന്റെ പൊടിക്കാറ്റ് ഇപ്പോൾ ലോകത്തെ മുഴുവൻ വിഴുങ്ങാൻ തയ്യാറായ ഒരു മഹാവിപത്തിലേക്ക് വഴിമാറുകയാണ്. ഒരു പ്രാദേശിക സംഘർഷമായി ആരംഭിച്ച യുദ്ധം ഇന്ന് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു. കാരണം ഇറാൻ ഇനി ഒരു രാജ്യത്തിനോട് മാത്രമായി പ്രതികരിക്കുന്നില്ല, പകരം ഒരു വ്യൂഹപരമായ ശക്തിയായി, ആഗോള സാമ്പത്തിക ശിരാസന്ധികളെ തന്നെ പിടിച്ചുകെട്ടുന്ന ശക്തിയായി മാറുകയാണ്. ഹോർമുസ് കടലിടുക്കിനെ അടച്ചതിലൂടെ ലോകത്തിലെ ഏകദേശം 20% എണ്ണ വിതരണത്തെ തന്നെ നിയന്ത്രണത്തിലാക്കിയ ഇറാൻ ഇപ്പോൾ അതിലും ഭീകരമായ ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണ്. ബാബൽ മന്ദബ് എന്ന മറ്റൊരു സുപ്രധാന കടലിടുക്കിനെയും ലക്ഷ്യമിടുന്നുവെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് വെറും സൈനിക ഭീഷണി മാത്രമല്ല, ലോകത്തിന്റെ ജീവധാരയായ എണ്ണ, ഭക്ഷണം, വളങ്ങൾ, ഗ്യാസ് എന്നിവയുടെ ഗതാഗത പാതകളെ പൂർണ്ണമായും പിടിച്ചടക്കാനുള്ള ഒരു കണക്ക് കൂട്ടിയ നീക്കം തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ചോദ്യമുയർന്നു, ആരാണ് ഈ അവസ്ഥയിലേക്ക് ലോകത്തെ എത്തിച്ചത്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകിയ ആക്രമണ നയങ്ങളാണ് ഈ മഹാവിപത്തിന്റെ വിത്ത് വിതച്ചത്. ഒരു രാജ്യം തകർക്കാൻ എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച യുദ്ധം ഇന്ന് ആ രാജ്യത്തെ കൂടുതൽ ശക്തമാക്കുകയും അമേരിക്കയെ തന്ത്രപരമായ പരാജയത്തിലേക്ക് തള്ളുകയും ചെയ്യുന്നതായി വിശകലനങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. ഇറാനെ ദുർബലമാക്കാനായിരുന്നു അമേരിക്കയുടെ ശ്രമം. എന്നാൽ സംഭവിച്ചത് അതിന്റെ വിപരീതമാണ്.